ഇന്ത്യ സഖ്യത്തിനും വലിയ പ്രതീക്ഷ തരുന്നതായിരുന്നു ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 31 ലക്ഷം അധിക വോട്ടർമാരാണ് പോളിംഗ് ബൂത്തുകളിലെത്തിയത്. ഈ ബമ്പർ പോളിംഗ് തങ്ങളുടെ നേട്ടമാകുമെന്ന അവകാശവാദവുമായാണ് NDAയും ഇന്ത്യ സഖ്യവും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സ്ത്രീകളുടെ കൂട്ടത്തോടെയുള്ള വോട്ടെടുപ്പാണ് NDAക്ക് അനുകൂലമെന്ന് BJP വിലയിരുത്തുമ്പോൾ NDAയുടെ വാഗ്ദാനങ്ങൾ വെറും പൊള്ളയാണെന്നും ഈ ഉയർന്ന പോളിംഗ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ജനവിധിയാണെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്. എന്നാൽ ഛഠ് പൂജയോടനുബന്ധിച്ച അവധി ദിനങ്ങളാണ് പോളിംഗ് നിരക്ക് കുത്തനെ ഉയർത്തിയതെന്നാണ് പൊതുവിലയിരുത്തൽ. ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർ തിരിച്ചെത്തിയ സമയമായിരുന്നു ഇത്. അതേസമയം NDAയോടും ഇന്ത്യ സഖ്യത്തോടും മടുപ്പ് തോന്നിയവർ തങ്ങളെ തേടിയെത്തിയെന്നാണ് പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിയുടെ അവകാശവാദം. സ്വതന്ത്ര ലബ്ധിക്ക് ശേഷം ബീഹാറിൽ ആദ്യമായാണ് 64.66% പോളിംഗ് രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നവംബർ 11-നും വോട്ടെണ്ണൽ 14-നും നടക്കും. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന ഒരു ബൂത്തിലും റീപോളിംഗ് ആവശ്യമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തു. 121 സീറ്റുകളിലായി 45,000 പോളിംഗ് സ്റ്റേഷനുകളിലാണ് ഈ ഘട്ടത്തിലെ വോട്ടെടുപ്പ് പൂർത്തിയായത്.